അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെയർ കണ്ടിട്ട് എൻ്റെ ഹെയർ ഭയങ്കര മെസ്സിയായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഹെയർ നമുക്ക് ഷൈനി ആയിട്ട് നമ്മുടെ ഈ ഹെയർ നന്നായി ഹെയർ ഗ്രോത്ത് നന്നായി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ട് കുഞ്ഞ് മാസ്ക് ഉണ്ടാക്കി നമ്മൾ അത് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ കാലത്ത് തന്നെ എണീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ. കണ്ടറിയാം ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. എനിക്ക് കാലത്ത് തന്നെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇങ്ങനത്തെ മാസ്കുകളൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക. കാരണം നമ്മൾ കാലത്ത് തന്നെ ചെയ്യണതിന് ഒരു പ്രത്യേക എന്താ പറയുക, അതിനൊരു റിസൾട്ട് കിട്ടും നമുക്ക് ഈ നൈറ്റ് ചെയ്യുന്നതിനേക്കാളും. നമ്മൾ കാലത്ത് തന്നെ ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡേ ഫുൾ നമ്മൾ ഭയങ്കര റിഫ്രഷ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കാലത്ത് തന്നെ ഇതൊക്കെ പ്രിഫർ ചെയ്യുന്നത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഉറക്കത്തിന് എനിക്ക് വന്നിരുന്നത് ഇത് ചെയ്തിട്ട് വേണം ഇനി ബാക്കിയൊക്കെ ചെയ്യാനായിട്ട്. തലയിൽ തേച്ച് വെക്കണം. ഒരു 2 to 3 hours ഞാൻ വെക്കും തലയിൽ. എന്നിട്ട് ഞാനത് കുളിച്ച് കളയുക. സമയമില്ലെങ്കിൽ ഒരു 1 hours ഒക്കെ വെച്ചിട്ട് ഞാൻ കളയും. എൻ്റെ ഹെയർ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഡയറക്റ്റ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവാള നിങ്ങൾ എടുക്കാം. നിങ്ങളുടെ ഹെയറിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനൊരു കുഞ്ഞു സവാള എടുത്തത്. ഞാനിത് ഫുള്ള് എടുക്കില്ല, എൻ്റെ ഹാഫ് എടുക്കുള്ളൂ. എനിക്ക് വളരെ കുറച്ച് ഹെയറേ ഉള്ളൂ. അപ്പോൾ ഇതെടുക്കാം. ഈ സവോള എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് നമുക്ക് പുതിയ ഹെയർ ഗ്രോത്തിനും ഇപ്പോൾ നമ്മുടെ ഹെയർ ലോങ് അതായത് നല്ല നീളം വയ്ക്കാനൊക്കെ ആയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒനിയൻ ആണ്. അതായത് ഒനിയനിൽ അതിനുള്ള സംഭവങ്ങൾ ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒനിയൻ എടുത്ത് യൂസ് ചെയ്യുന്നത്. ഇതൊരു മിറാക്കിൾ ഒരു ജ്യൂസാണ്. ഈ ഒനിയന്റെ ജ്യൂസ് നമ്മൾ തലയിൽ തേക്കുന്നത്. അപ്പോൾ ഇത് ഞാനെടുത്തെടുത്തു. എന്നിട്ട് ഇത് നന്നായി ചോപ്പ് ചെയ്തിട്ട് നന്നായി ജ്യൂസ് അടിക്കുക. എന്നിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതിന്റെ ജ്യൂസ് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് ഒരു ജാർ എടുക്കുക. കുഞ്ഞു ജാർ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സവോള ഇതിലേക്ക് നന്നായിട്ട് അരിഞ്ഞിടാം. നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് ഒരു ജാർ എടുക്കുക. കുഞ്ഞു ജാർ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സവോള ഇതിലേക്ക് നന്നായിട്ട് അരിഞ്ഞിടാം. നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് ഒരു ജാർ എടുക്കുക. കുഞ്ഞു ജാർ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സവോള ഇതിലേക്ക് നന്നായിട്ട് അരിഞ്ഞിടാം. നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് ഒരു ജാർ എടുക്കുക. കുഞ്ഞു ജാർ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സവോള ഇതിലേക്ക് നന്നായിട്ട് അരിഞ്ഞിടാം. നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് ഒരു ജാർ എടുക്കുക. കുഞ്ഞു ജാർ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സവോള ഇതിലേക്ക് നന്നായിട്ട് അരിഞ്ഞിടാം. നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് ഒരു ജാർ എടുക്കുക. കുഞ്ഞു ജാർ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഒരു ബൗൾ എടുക്കുക. ബൗൾ എടുത്തിട്ട് ഒരു സ്ട്രെയിനർ എടുക്കുക. സ്ട്രെയിനറിലേക്ക് നമ്മൾ ഈ അടിച്ച എന്താ പറയാ ഈ സവാള നമ്മൾ ഇതിലേക്ക് ഒനിയൻ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി സ്ട്രെയിൻ ചെയ്ത് ഇതിന്റെ നീരൊക്കെ എടുക്കാം. എന്നിട്ട് ഒരു ബൗൾ എടുക്കുക. ബൗൾ എടുത്തിട്ട് ഒരു സ്ട്രെയിനർ എടുക്കുക. സ്ട്രെയിനറിലേക്ക് നമ്മൾ ഈ അടിച്ച എന്താ പറയാ ഈ സവാള നമ്മൾ ഇതിലേക്ക് ഒനിയൻ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി സ്ട്രെയിൻ ചെയ്ത് ഇതിന്റെ നീരൊക്കെ എടുക്കാം. എന്നിട്ട് ഒരു ബൗൾ എടുക്കുക. ബൗൾ എടുത്തിട്ട് ഒരു സ്ട്രെയിനർ എടുക്കുക. സ്ട്രെയിനറിലേക്ക് നമ്മൾ ഈ അടിച്ച എന്താ പറയാ ഈ സവാള നമ്മൾ ഇതിലേക്ക് ഒനിയൻ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി സ്ട്രെയിൻ ചെയ്ത് ഇതിന്റെ നീരൊക്കെ എടുക്കാം. എന്നിട്ട് ഒരു ബൗൾ എടുക്കുക. ബൗൾ എടുത്തിട്ട് ഒരു സ്ട്രെയിനർ എടുക്കുക. സ്ട്രെയിനറിലേക്ക് നമ്മൾ ഈ അടിച്ച എന്താ പറയാ ഈ സവാള നമ്മൾ ഇതിലേക്ക് ഒനിയൻ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി സ്ട്രെയിൻ ചെയ്ത് ഇതിന്റെ നീരൊക്കെ എടുക്കാം. എന്നിട്ട് ഒരു ബൗൾ എടുക്കുക. ബൗൾ എടുത്തിട്ട് ഒരു സ്ട്രെയിനർ എടുക്കുക. സ്ട്രെയിനറിലേക്ക് നമ്മൾ ഈ അടിച്ച എന്താ പറയാ അപ്പൊ നമ്മളിത് ഉണ്ടാക്കിയത് കണ്ടില്ല നിങ്ങൾ. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഒരു ബൗളിൽ എടുത്തേക്കാണ്. എന്നിട്ട് നമ്മൾ ഒരു കുഞ്ഞൊരു കോട്ടൺ പാഡ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് അല്ലെങ്കിൽ കൈകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിതാണ് ഇവിടെ എടുക്കുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ സ്മോൾ ഇങ്ങനെ സ്കാൽപ്പിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോട്ടൺ ഇതിലേക്ക് ഡിപ്പ് ചെയ്യാം.
ഡിപ്പ് ചെയ്യുമ്പോൾ ഇതിനെ ഡിപ്പ് ചെയ്ത് ഞാൻ ഇത് അധികം ഇങ്ങനെ വാട്ടർ ചെയ്ത് നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതാവാം. എന്നിട്ട് എടുത്തിട്ട് എടുക്കാം. ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഹെയറിൽ നന്നായി അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിൽ ഫുള്ളാകണം കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ മുടി കുളിച്ചിട്ട് കണ്ടില്ല, എൻ്റെ മുടി ഇങ്ങനെ സിൽക്കി സോഫ്റ്റായിട്ടും മെസ്സിനെസ് ഒക്കെ പോയി ഇപ്പം നല്ല രസത്തിൽ കിടക്കുന്നില്ല എൻ്റെ മുടി കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ബ്രഷ് ചെയ്യാൻ വെച്ചൊരു ഷോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഞാൻ മുടിയിൽ അത് പുരട്ടിയിട്ട് അത് ഞാൻ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങളുടെ ഒരു ഹെയർ ക്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളത് കവർ ചെയ്ത് വയ്ക്കുക ഹെയർ. എനിക്കതങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കത്തുള്ളൂ. എന്നിട്ട് ഞാൻ ബൈക്ക് കാര്യങ്ങളൊക്കെ അതായത് ബ്രഷ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എന്നിട്ടാണ് ഞാൻ കുളിച്ചത്. അതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ കുളിക്കരുത് കേട്ടോ, ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കാൻ പാടുള്ളൂ. ഞാനത് കഴിഞ്ഞിട്ടാണ് കുളിച്ച് സെറ്റായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ. അപ്പോൾ ആരെങ്കിലും ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. ടാറ്റാ.